ഹായ് ഹലോ നമസ്കാരം. നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയൊന്ന് നോക്കാട്ടോ. ഇന്നിപ്പോൾ 16/3/26 കഥയാണ്. അപ്പോൾ പവിത്രത്തിൻ്റെ കഥയിൽ വിക്രം ശ്രീശാന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിഞ്ഞ വിക്രം ചെല്ലിയാണ് ശ്രീകാന്തിനെ തല്ലാൻ. അപ്പോഴേക്കും വേദ കയറി പിടിക്കുന്നുണ്ട്, പറയും പോവരുത്, ഞാൻ പറയുന്നത് അനുസരിക്കണം, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാം, എനിക്ക് അതിൻ്റെ കൂടെ വിക്രമിനെ രക്ഷപ്പെടുത്തും വേണ്ട, ഇപ്പം നമ്മൾ ചാടി പുറപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ പ്ലാനും തെറ്റും, അതിന് മുന്നേ പുളിക്കനെ കണ്ടുപിടിക്കണം, അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പോവരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വേദം ഇങ്ങനെ വിക്രമിനെ പിടിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ വിക്രം പറയും, ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വരുമ്പോൾ അമ്മയോടൊരു വാക്ക് പറഞ്ഞിട്ടാണ് വന്നത്, ഇനി എന്ത് ആണെങ്കിലും വേദ പറയും പോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന്, ഞാൻ എന്തായാലും അത് തെറ്റിക്കുന്നില്ല അറിയും. അപ്പോൾ അവൾക്ക് സമാധാനമാവണം കേട്ടോ. അത് കഴിയുമ്പോഴേക്കും വേദയുടെ അച്ഛനും അമ്മയും കൂടെ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വേദ വേഗം വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാന്ന് നോക്കിയപ്പോൾ പറയും, നീ ഇങ്ങോട്ട് വാ, നമുക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും. വളരെ സ്നേഹമായിട്ട് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയും, എന്താ വെച്ചാൽ കാര്യം എന്ന് പറയുമ്പോൾ, നീ വാന്നറിയാം, അച്ഛൻ ഇങ്ങോട്ട് വരൂ, റൂമിൽ കയറുമ്പോൾ, അത് വേണ്ട, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് പറയണം. അങ്ങനെ വേദ വാതിൽ തുറന്നിട്ടിട്ട് അങ്ങനെ പുറത്ത് വെച്ചാൽ അവിടെ തന്നെ ഹാളിൽ തന്നെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ അങ്ങനെ ഓരോന്ന് പറയും, നീ അവിടുന്ന് വിക്രമിൻ്റെ കാരണം ഇതെല്ലാം വിക്രം കേൾക്കുന്നുണ്ട് കേട്ടോ. വിക്രം ബാത്റൂമിലാണ് തോന്നുന്നത്, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയും, നീ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും, ഈ ലോകത്ത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നീ ചെയ്തത്. കാരണം പ്രതികാരത്തിൻ്റെ മുകളിൽ പോയിട്ട് അവരെ വീട്ടിൽ പോയി നിന്നതും, അതുപോലെ അവനോടുള്ള പ്രതികാരത്തിൻ്റെ, അതായത് വിക്രമിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, വിക്രമിൻ്റെ വീട്ടുകാരെയും കുറിച്ചും ഒക്കെ വേദ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയും, അവനെ ആരുടെങ്കിലും ഏതോ അറിയാത്ത ഒരാളുടെ കത്തിമനെ തരേണ്ടതാണ്, നീ അത്ര ചെറുപ്പത്തിൽ നീ വിധവയാവേണ്ടി വരും, അവനായിട്ടുള്ള ജീവിതം ഒരിക്കലും നിങ്ങൾ തമ്മിൽ ചേരില്ല, കാരണം അവനൊരിക്കലും നേരെയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണത് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മിണ്ടുന്നില്ല, ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. വിക്രം ഉള്ളിൽ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഒരിക്കലും അവൻ നേരെ ആവില്ല, എനിക്ക് നല്ല ഉറപ്പാണ്, നിനക്കറിയോ, ദർശനോടും കൂടി ഞാൻ പറഞ്ഞിട്ട് അവനോട് വാദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ അങ്ങനെ ഒരു ഇതിൽ പോയി പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദർശനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാദിക്കാമെന്ന്. അപ്പോഴാണ് ഇവിടെ അറിയേണ്ടത്, അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോഴാണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ വേദയ്ക്ക് അറിയില്ലായിരുന്നു ദർശൻ ഇവന് വേണ്ടി വാദിക്കുക. കാരണം വേദ വിക്രമിന് എതിരായിട്ട് സംസാരിക്കുമ്പോൾ ദർശൻ അവനെ രക്ഷിക്കാനാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ അതപ്പോഴാണ് വേദ അറിയുന്നത് എന്താണ്, കാരണം ഇയാൾ പറഞ്ഞിട്ടില്ല, ദർശൻ പറഞ്ഞിട്ടില്ല, അപ്പോഴാണ് വേദ അറിയുന്നത്. അങ്ങനെ അപ്പോൾ പറയും, ഇനിയിപ്പോൾ നീ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് നീ പോകുന്നില്ലേ, നിനക്ക് എന്തുകൊണ്ടും ചേരുന്നൊരു ചെറുപ്പക്കാരനാണ് ദർശൻ. കാരണം ഇത് ഒരിക്കൽ കല്യാണം നിശ്ചയിച്ച് നമ്മൾ ഇതാക്കിയതല്ലേ, എപ്പോഴും അവന് തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവും, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, നിങ്ങൾ ഒരുമിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ മോളെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ഒക്കെ കേട്ടിട്ട് വേദ കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മളുടെ വേദയുടെ അച്ഛനോട് കേട്ടോ. വേറൊന്നുമില്ല, ഇതന്നെ അച്ഛ. അപ്പോൾ പറയും, നിങ്ങൾക്ക് എന്താ അറിയാം അച്ഛ എന്നറിയാണ്, കാരണം ഞാൻ വിക്രമിനോട് പകരം ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ അവിടെ പോയത് എന്ന് അതറിയുമെന്ന് ചോദിക്കാൻ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു സത്യം. അപ്പോൾ ഒരിക്കൽ അച്ഛൻ നിങ്ങളെല്ലാവരും കൂടി എന്നെ വിധവ വേഷം കെട്ടിച്ചിട്ട് താലി ഊരുന്നൊരു ചടങ്ങുണ്ടായി, അതിന് പിറ്റേന്നാണ് ഞാൻ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഞാൻ പോകാൻ കാരണയുടെ തലേദിവസം രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വിക്രമിനെ പോലീസുകാരൊക്കെ കൂടെ വളഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ അവൻ പറയുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറയുന്നൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ പറയും, ആ സ്വപ്നം കണ്ട് ഉണർന്ന് ഹോളിക്ക് വരുന്ന ഞാൻ കേൾക്കുന്ന അച്ഛനും ഏട്ടനും കൂടെ നിന്നിട്ട് വിക്രമിനെ ഇല്ലാണ്ടാക്കുന്നതാണ്, വിക്രമിനെ ഇല്ലാണ്ടാക്കി എന്ത് ഇതാവന്നാലും വേണ്ടില്ല, അവൻ ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കരുതെന്ന് പറയുന്നതാണ് വേദ കേൾക്കുന്നത്. അതപ്പോൾ അമ്മയ്ക്ക് പുതിയ അറിവാണ്, ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായത് ഇവള് കേട്ടിട്ടുണ്ട്, പക്ഷേ അമ്മയ്ക്ക് അപ്പോഴത്തെ പുതിയ അറിവ് ഇതാണ്. ഇത് വേദയുടെ അമ്മയ്ക്ക് അവരാകെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇവളിത് ഞാനത് കേട്ടിട്ടാണ് വിക്രമിൻ്റെ വീട്ടിലേക്ക് പോയത്, ഞാൻ പ്രതികാരം ചെയ്യാൻ പോയതല്ല അച്ഛാ, ആ ഒരു ജീവന് കാവലായി പോയതാണെന്ന്. അതിങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും നമ്മളെ വിക്രം ആകെ ഇങ്ങോട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. അവനതുവരെ നീ എന്നെ പ്രതികാരം ചെയ്യാൻ വന്നതല്ലേ, നീ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് വിക്രം അറിയുന്നത് വേദയുടെ മനസ്സ്.
അതിലാകെ അങ്ങോട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും പിന്നെ അച്ഛൻ ഒന്ന് പറഞ്ഞല്ലോ അഭിനയവും ജീവിതവും തമ്മിൽ ഉള്ളൊരു സംഭാഷണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പറയും വിക്രമിൻ്റെ അച്ഛനും അമ്മയും ആ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എന്നെ മാത്രമാണ് അവർ ഇതാക്കുന്നത്, അവരെന്നെ അത്രയ്ക്കേറെ സ്നേഹിക്കുന്നുണ്ട്, ഞാനാണ് അവരുടെ സ്നേഹം, അങ്ങനെ കുറേ പറയുന്നുണ്ട്. പിന്നെ വിക്രമിൻ്റെ അച്ഛൻ ഒരിക്കലും അനീതിക്ക് അച്ഛൻ കൂട്ടു നിൽക്കില്ല, അച്ഛൻ ന്യായത്തിൻ്റെ മുകളിൽ മാത്രമേ നിൽക്കുള്ളൂ, കാരണം അവിടെയാണ് സ്നേഹമുള്ളത്. പക്ഷേ ഇവിടെ വെറും നാടകമല്ലേ നടക്കുന്നതെന്ന് പറയും. അച്ഛൻ അറിയില്ല, അച്ഛൻ എന്താ അറിയുക, അച്ഛൻ നല്ലൊരു ന്യായാധിപനാണ്, ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ അച്ഛൻ നല്ലൊരു കുടുംബനാഥനല്ല. കാരണം ഈ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് അച്ഛൻ അറിയില്ല, അച്ഛനത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അച്ഛനൊന്ന് ശ്രമിച്ച് നോക്കൂ എന്താ സംഭവിക്കാൻ പോണതെന്ന് ശ്രദ്ധിച്ച് നോക്കൂ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പറയും സ്വത്ത്, ഈ കല്യാണത്തിൻ്റെ മെയിൻ പ്രശ്നം കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതല്ല, കാരണം അച്ഛൻ ഈ വേദയുടെ പേർക്ക് എഴുതി വച്ചിരിക്കുന്ന ആ സ്വത്ത് വകകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അച്ഛൻ നടക്കുന്നത്. ആ സ്വത്ത് എന്തായാലും ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്, പക്ഷേ ഇനി ഞാനത് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഇയാളങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അച്ഛൻ ഇങ്ങനെ ഒരു വേദയെടുത്ത് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് അയാളും വിചാരിച്ചില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റിലാക്കണം. അപ്പോൾ പറയാം അച്ഛാ ശരി, ഇനി എനിക്കൊന്നും പറയാനില്ല, എനിക്കിത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദ തിരിച്ച് പോരുന്നുണ്ട്, റൂമിലേക്ക് തന്നെ തിരിച്ച് പോരുകയാണ്. ഇത് കേട്ട് ഇയാളൊന്നും മിണ്ടുന്നില്ല, ഇയാൾ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വിക്രം അവിടെ ഇരുന്നു, കാരണം ഇതുവരെ അവനറിയില്ലായിരുന്നു വേദയ്ക്ക് ഇത്രയ്ക്ക് സ്നേഹം അവനോടുണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ ബാത്റൂമിലാന്ന് തോന്നുന്നു, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പുള്ളി. അവിടുന്ന് പിന്നെ വേദ വന്ന് അങ്ങനെ വാതിലടച്ചിട്ട് വന്നിട്ട് ആ സ്റ്റോർ റൂമിലാണ് ആദ്യം തരുന്നത്, ആ വാതിലൊക്കെ അടഞ്ഞടക്കുന്നപ്പോൾ അവിടെ അങ്ങനെ നോക്കിയിട്ട് പിന്നെ വെൽഡിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കരയുകയാണ് നമ്മുടെ വേദ. അങ്ങനെ വിക്രമും ഇപ്പുറത്ത് വേദി ഇരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ചേച്ചിയുടെ പാട്ട് അതിൻ്റെ പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തും അമ്മേശ്വരും കൂടെ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യാണ്, ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് പറയും സാർ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും ആരാ വരാൻ പറയൂ എന്ന് പറയും. അപ്പോൾ വാസവൻ്റെ കൂടെയുള്ള ജോണിയാണ് വന്നിരിക്കുന്നത്, അത് വേറൊരു പുളിക്കനാണ്. അപ്പോൾ വന്നിട്ട് പറയും എന്താടോ വന്ന് ചോദിക്കുകയാണ് അയാൾ. അപ്പോൾ പറയും ഇങ്ങനെ നാഗർകോവിലിൽ പുളിക്കനെ കണ്ടു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അത് വാസവൻ സാറിൻ്റെ പിന്നെ കൂടെ വിക്രമിൻ്റെ കൂട്ടുകാരാണ് വന്ന് പറഞ്ഞത് വാസവൻ സാറിൻ്റെ അടുത്ത് എന്ന് പറയും. അവരൊക്കെ അപ്പോൾ ഒന്നായല്ലേ എന്ന് പറയും. അപ്പോൾ അവർക്ക് മനസ്സിലായി വിക്രമല്ല പിന്നെ വരുണിനെ കൊന്നതെന്ന് വിക്രമല്ല എന്ന് സാറിന് മനസ്സിലായിട്ടുണ്ട് പറയും. അപ്പോൾ അങ്ങോട്ട് പോകണം ഞങ്ങൾക്ക് എന്ന് പറയാൻ. അപ്പോൾ പറയും താനൊരു കാര്യം ചെയ്യും, അവർ പോകുമ്പോൾ അവരെ കൂടെ താനും പോയിക്കോ എന്ന് പറയണം. അത് സാർ അങ്ങനെ തന്നെ എന്നോട് പോകാനാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ശരി, അപ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അവരവിടെ എത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് അവിടെ എത്തണം, എന്നിട്ട് നമുക്ക് അവിടെ അന്വേഷിക്കണം, എന്നിട്ട് നമുക്ക് അവനെ കൊന്നിട്ട് തിരിച്ചിങ്ങോട്ടനെ പോരണം. അങ്കിൾ പ്ലാൻ ചെയ്യുന്നതാണിത് കേട്ടോ, പോരണം എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിക്കണച്ച് കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, ഇന്നത്തെ പവിത്രം കാണുക, കണ്ടിട്ട് മിസ് ചെയ്യരുത്, കാരണം അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് പവിത്രത്തിൻ്റെ കേട്ടോ. പിന്നെ വേദ വിക്രം അയ്യോ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് അവരുടെയൊക്കെ സീനുകൾ ഇനിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ നമ്പത്തിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.